ഹലോ ഗൈസ്. ബിഗ് ബോസ് സീസൺ 6 മലയാളം അവസാനത്തെ 3 ആഴ്ചയിലേക്ക് കടന്നിരിക്കുന്നു. ഇനി കേവലം 10 മത്സരാർത്ഥികൾ മാത്രമേ ഹൗസിനുള്ളിൽ ഉള്ളൂ. കൂടാതെ ഇനിയുള്ള മത്സരങ്ങളെല്ലാം ഇൻഡിവിജ്വൽ ഗെയിമാണ്, വ്യക്തിഗത ഗെയിമുകളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ പരസ്പരം ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള മത്സരങ്ങളായിരിക്കും. അപ്പോഴാണ് ഈ അവസാന ഘട്ടത്തിലായപ്പോഴാണ് ഇതുവരെ വളരെ മുന്നേറിക്കൊണ്ടിരുന്ന ജിൻഡോ ഏകദേശം വളരെ പുറത്ത് കൂടുതൽ സപ്പോർട്ടുള്ള വ്യക്തി എന്ന നിലയ്ക്ക് ഏകദേശം വിന്നറാവും, ഈ ബിഗ് ബോസ് 6 വിന്നറാവുമെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്ന വ്യക്തിയായിരുന്നു ജിൻഡോ. സോ അവസാന വീക്കിലെത്തിയപ്പോൾ അതിലേക്ക് ഭയങ്കര കോട്ടം തട്ടിയിട്ടുണ്ട്. കാരണം പലതാണ്. ഒന്ന്, വേണ്ടത്ര സ്ക്രീൻ സ്പേസ് ജിൻഡോക്ക് കിട്ടുന്നില്ല. പിന്നെ നെഗറ്റീവ് കിട്ടുന്ന രീതിയിലുള്ള ജിൻഡോന്റെ പല സംഭവങ്ങളും വളരെ കൂടുതലായിട്ട് ഉയർത്തി കാണിക്കുന്നു. സോ ഇവിടെ ഇപ്പോൾ ജാസ്മിൻ എന്താ ചെയ്യുന്നു, വളരെ കൂടുതലായിട്ട് വൈറ്റ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജാസ്മിന് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ കാര്യങ്ങൾ ജിൻഡോ ചെയ്യുമ്പോൾ അത് ഭയങ്കര ഇഷ്യൂവും, ജാസ്മിൻ ചെയ്യുമ്പോൾ അത് കണ്ടിട്ട് പോലെ ഇരിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ജിൻഡോയെ ഭയങ്കര താറടിച്ച് കാണിക്കുകയാണ്. സോ ഈ ഒരു ഇത് കാണുമ്പോഴാണ് വരുന്നത് ബിഗ് ബോസ് 6-ന് പ്രഡിക്റ്റബിളായ ഒരു വിന്നറെ വേണ്ട എന്ന രീതിയിൽ ജിൻഡോയെ വളരെ താഴ്ത്തായി കെട്ടുകയും ജാസ്മിനും അതേ പിന്നിലുണ്ടായിരുന്ന വളരെ ആൾക്കാർ, ഇപ്പൊ അർജുനായാലും ശ്രീതു ആയാലും ഇവരെയൊക്കെ ചില ഇമോഷണൽ തിങ് കാണിച്ച് വെറുതെ സ്ക്രീൻ സ്പേസ് ലൈവിലൊക്കെ അവരെ മാത്രം കാണിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്യുന്നു. അങ്ങനെ ജിൻഡോന്റെ സ്പേസ് കളഞ്ഞ് ആ സ്ക്രീൻ സ്പേസ് മാക്സിമം കുറച്ച് ജിൻഡോനെ ഭയങ്കര താറടിച്ച് കാണിച്ച് ഒരു സർപ്രൈസിങ് വിന്നറെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് സീസൺ 6-ൽ എല്ലാവരും ശ്രമിക്കുന്നത്. അങ്ങനെയാണ് കാണിക്കുന്നതെങ്കിൽ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രതിഷേധം വരും. കാരണം ജിൻഡോയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു 50% കൂടുതൽ ആൾക്കാരുണ്ട്. സോ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ജിൻഡോക്ക് എന്ത് പറ്റിയെന്ന് ആലോചിക്കുകയാണ്. സോ എല്ലാവരും പറയുന്ന ഒരു രഹസ്യമായ പരസ്യമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ജാസ്മിനുള്ള ഒരു കപ്പ് പദ്ധതിയാണ്. ജാസ്മിൻ ആയിരിക്കും വിന്നറായിട്ടുള്ളത്. ജാസ്മിൻ എന്തോ ഒരു പ്രിവിലേജ് എപ്പോഴും കിട്ടുന്നുണ്ട്. ജാസ്മിൻ്റെ ഫാദർ വന്ന്, ജാസ്മിൻ്റെ റിലേറ്റീവ് വന്ന് ജാസ്മിൻ്റെ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വൈറ്റ് വാഷ് ചെയ്യാനും ജാസ്മിൻ ഒരു ഇമോഷണൽ ടച്ച് ചെയ്യാനും കൂടുതൽ സ്ക്രീൻ സ്പേസ് കൊടുക്കുന്നു. ഇതൊക്കെ കണ്ടു നിൽക്കുന്ന പ്രേക്ഷകർക്ക് വേറെ പല രീതിയിലുള്ള ചിന്തകളും വന്നാൽ, അല്ലെങ്കിൽ ജാസ്മിൻ ഒരു വിന്നർ സ്പോട്ടിലേക്ക് മാക്സിമം കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് ടീമിന്റെ ഭാഗത്തുനിന്ന് ഭയങ്കരമായിട്ട് ഒരു പ്രിവിലേജ് ജാസ്മിന് കിട്ടുന്നു എന്നുള്ള ചർച്ചകളൊക്കെ നടക്കുന്നു. അതേപോലെ ജിൻഡോ മാക്സിമം ഇപ്പോൾ ഫസ്റ്റ് സ്പോട്ടിലേക്ക് ഏറ്റവും കൂടുതൽ മത്സരിക്കുന്നത് ജിൻഡോ തന്നെയാണ്. അപ്പോൾ ജാസ്മിൻ എങ്ങനെയായാലും ആ സ്പോട്ടിൽ കയറി വരണമെങ്കിൽ അവിടെ ജിൻഡോയെ താഴ്ത്തി കെട്ടണം. പിന്നെ ബാക്കിയുള്ള മത്സരാർത്ഥികൾക്ക് ഒരു വെറുതെ കുറച്ച് സ്ക്രീൻ സ്പേസ് കൊടുക്കുന്നു. അങ്ങനെ ഈ അവസാന എൻഡിലെത്തുമ്പോൾ ഇത് ഒരു സർപ്രൈസ് വിന്നറായിട്ട് കാണിക്കാൻ, സ്പെഷ്യലി ജാസ്മിൻ്റെ ഒരു എല്ലാവരും വെറുത്തൊരു ആളായിരുന്നു. പിന്നെ വെറുതെ ഒരു എന്തൊക്കെയോ കാണിച്ചു. ഇപ്പോൾ സായി പോലത്തെ ഒരാളെ ഒരു വൈൽഡ് കാർഡ് എൻട്രി ചെയ്ത് അവിടെ അവർക്കുള്ള രഹസ്യങ്ങളൊക്കെ ചോർത്തി കൊടുത്തു. പിന്നെ അവരുടെ ഫാദർ വന്ന്, ഫാദറിന് എല്ലാ പാരൻസിനും കിട്ടാത്ത, എല്ലാ ഫാമിലിക്കും കിട്ടാത്ത ഒരു വലിയൊരു സ്പേസ് ജാസ്മിൻ്റെ ഫാമിലിക്ക് കിട്ടി. അപ്പൊ ഇങ്ങനെ കൊടുത്തൊരു ജാസ്മിനെ ഇപ്പൊ വൈറ്റ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതേസമയം ജിന്നയെ താത്തിക്കെട്ടുകയും ചെയ്യാണ്. അപ്പോൾ ഒന്നടങ്കം എല്ലാ പ്രേക്ഷകരും ചോദിക്കുന്ന ചോദ്യമാണ്, ഇത് ജാസ്മിന് ഒരു കപ്പ് പദ്ധതിയാണോ എന്നത്.